ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും തന്നെ ഒന്നും തന്നെ ഇല്ല നമ്മുടെ വീഡിയോയിൽ ചാനലിൽ. അപ്പോൾ അതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പൊന്നുവിൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ തറവാട്ടിലാണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ മക്കളാണ് ഇരിക്കുക, പക്ഷെ മക്കളാരും ഇരുന്നിട്ടില്ല. അപ്പോൾ മക്കളിരുന്നില്ലെങ്കിൽ അവരുടെ മക്കൾ അങ്ങനെ ഒരു എന്താ ഇതുണ്ടല്ലോ. ഞങ്ങളുടെ ഇതിലില്ലാത്തതാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളില്ല, കേട്ടറിവ് മാത്രമേ. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ വലിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം എല്ലാവരും സ്കിപ്പായിട്ട് നമ്മളെ പൊന്നൂനും അടുത്തായിരുന്നു ലാസ്റ്റ് ചാൻസ് എത്തിയത്. അപ്പോൾ ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ പൊന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യാൻ, അവന് ഓക്കെ ആണ്, നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ കേസിലൊന്നും നമ്മളെന്ത് എതിരഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. തലയ്ക്ക് മേലെ നിൽക്കുന്ന ഒരു കാര്യത്തിന് നോ എന്ന് പറയാൻ എനിക്കറിയില്ല ഒന്നാമത്തെ കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നോ, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ പൊന്നു തറവാട്ടിലാണ്. അപ്പോൾ ഞാനും കാത്തു അച്ഛമ്മയുടെ അടുത്തും, ഞാൻ ഫസ്റ്റ് ദിവസം എവിടെ നമ്മുടെ കക്കാടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട് ക്ലീനിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഐസ്ക്രീം വീട് ക്ലീനിങ്ങൊക്കെ ആയിട്ട് ഞാൻ കക്കാടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ പറമ്പിൽ കത്തിക്കാനായിട്ട് ചെറിയൊരു ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻറ്റിൽ ചെറിയൊരു ഇഞ്ചുറി എനിക്ക് പറ്റി. കാരണം മഴ പെയ്തിരിക്കുന്ന സമയമായ കാരണം കാല് രണ്ടും ചളിയിൽ ലോക്കായിട്ട് ഞാൻ വീണു. അപ്പോൾ എൻ്റെ മസിൽ ക്രാക്കായി, അതായത് മുട്ടിൻ്റെ ബാക്കിലെ മസിൽസും ചെറിയൊരു ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ റെസ്റ്റായി. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ എനിക്ക് സ്റ്റെപ്പ് കയറാനോ വലിയ ഹെവി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനും പൊന്നുവിൻ്റെ കൂടെ തറവാട്ടിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രമോഷൻ്റെ വീഡിയോ ആയിട്ട് ഭയങ്കര നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അത് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത കാര്യമല്ല. കാരണം നെഗറ്റീവ് പറഞ്ഞവർക്ക് ഒരു കാര്യം അറിയണം, നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് ഒരു മാസം ഇത്ര വീഡിയോ ചെയ്യണം, നമുക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നു കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ, അതിന് വേറെ നിവൃത്തിയില്ല, അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. അതിന് ചെയ്യണതിൻ്റെ ഇതിൽ അച്ഛമ്മയുടെ കേസിൽ നമുക്ക് നമ്മളൊരിക്കലും ഇങ്ങനെ ഇതാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. കാരണം ആ ഒരു ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം, നമ്മളെ കാര്യങ്ങളൊക്കെ നോർമലി പോണ പോലെ ആവുന്നതാണ് നമ്മുടെയൊക്കെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആരും ഇരിക്കാതെ ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോയത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ കൃപയുടെ ഇതിൽ അച്ചാച്ചൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃപ ഒന്ന് സ്റ്റോപ്പായി. പിന്നെ അതിപ്പോൾ ഒന്നുമില്ലാതെ ഒരു മൂലക്കിരിപ്പാണ്. കാരണം നമുക്കത് ഒന്നുകൂടി പൊടി തട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, നമുക്കൊരിക്കലും നമ്മുടെ ഇത് ശ്രദ്ധിക്കാൻ പറ്റാതെ ആവണ ഒരു സിറ്റുവേഷനാണ്. അതേപോലത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയത്. കാരണം അച്ഛമ്മയുടെ ഇത് വന്നപ്പോൾ മോളിരിക്കേണ്ടത് ഇരുന്നില്ല. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ പെമ്മക്കളോട് അങ്ങനെയല്ലോ ചോദിക്കുക, അങ്ങനെ ഇരുന്നു. അവർക്കൊന്നും ഓരോ കാരണങ്ങൾ, അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. ഓരോ കാരണങ്ങളായിട്ട് അവരൊക്കെ സ്കിപ്പായി. പിന്നെയുള്ള പൊന്നു മാത്രമാണ്. അപ്പോൾ നമുക്കും കാരണങ്ങൾ ഉണ്ടാക്കാം വേണമെന്നുണ്ടെങ്കിൽ. മറ്റേത് പറഞ്ഞ പോലെ ആവശ്യം എന്തായിരുന്നു, ചക്ക വേരിലും കായ്ക്കെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്കും കാരണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ഇതല്ലല്ലോ. നമുക്ക് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ. അതാണ് ഞങ്ങൾക്ക് അങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയപ്പോൾ അവിടെ നിന്നുള്ള പ്രഷർ വന്നു. നമുക്ക് എഗ്രിമെൻ്റ് ഉള്ള കാരണം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അതിന് കുറേ പേര് പറഞ്ഞു, ഈ മരിച്ച സമയത്താണോ നിങ്ങൾ ഇതാക്കുക, നമ്മുടെ വർക്കിംഗ് ഇതാണ്. നമുക്ക് അച്ഛമ്മ മരിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളും മാറ്റി വയ്ക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള മക്കളെ തന്നെ മാറ്റി ഓരോ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും അത് വിട്, അതിൻ്റെ കേസില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നത് എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അതിന് എനിക്ക് വലിയ നെഗറ്റീവായിട്ട് തോന്നില്ല. കാരണം നമ്മുടെ വർക്കാണ്, അത് മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ഇതൊന്നുമില്ല. നമ്മളെ മേക്കപ്പിൻ്റെയും ഇങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മുടെ എല്ലാ മെയിൻ വർക്കുകളും കാര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഇട്ടു. പറയണവർ പറയും, അതിന് എന്താ പറയുക, അത് നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവരും ജീവിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിനു വേണ്ടിയിട്ടൊന്നുമല്ല ഒരാളും ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഞാൻ കുറച്ച് ഇതായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കേട്ടോ.
അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ വലിച്ചഴക്കണില്ല, എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയണേ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുഞ്ഞിക്കും വയ്യാതെയായി തുടങ്ങി. കാരണം കുറച്ച് 2 ദിവസം തോന്നുന്നു അമ്മയുടെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കാത്തു ഇപ്പം ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. അല്ല കാത്തുവാ. അപ്പോൾ ഞങ്ങളൊക്കെ നിലത്ത് കിടപ്പായി. അപ്പോൾ അത് കാരണം ചെറിയ ജലദോഷവും കാര്യങ്ങളും അറിയാമല്ലോ, ചൂടിൻ്റെ കേസ് ഭയങ്കര ഇതാണ്. അപ്പോൾ കുഞ്ഞിക്ക് നിലത്ത് കിടന്നുള്ളൊരു ശീലമില്ലാത്തൊരു വ്യക്തിയാണ്. അതുപോലെ തണുപ്പത്തിരുന്നുള്ളൊരു ജീവിയാണിത്. എൻ്റെ താഴ്ത്തിരിക്കുന്നുണ്ട് കേട്ടോ, ക്യാമറയിൽ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലത്ത് കിടന്നുമ്പോൾ ചൂടിൻ്റെ ഇതും പിന്നെ അങ്ങനത്തെയൊക്കെ ആയിട്ട് അവൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. പിന്നെ എനിക്കും നമ്മൾ നിലത്ത് കിടന്നുള്ള ശീലമോ കാര്യങ്ങളില്ല, ഷോൾഡറിൻ്റെ ഒരു സൈഡ് കിടന്നിട്ട് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പാച്ചായി, പഞ്ചറായിരിക്കുകയാണ്. കാലായാലും 2 കാലും ഇഞ്ചുറി പറ്റിയിരിക്കുമ്പോൾ മരുന്ന് കഴിച്ചു. ഒരു കാലം ഓക്കെ ആയി. ഇപ്പോഴും ഒരു കാലിന് വലിയ ഹെവി ആയിട്ടുള്ള പ്രഷറോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുകയാണെങ്കിലും മെല്ലെ, പണ്ടത്തെ പോലെ ഓടാനും പറ്റില്ല, കുറച്ച് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടറും പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വഴിക്ക് അത് പോട്ടെ. ഇനിയും എന്തായാലും കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ആവും, തറവാട്ടിൽ തന്നെ. കാരണം പൊന്നുമാണ് ഇപ്പോൾ ബലിയിടുന്നത് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ബലിയിടുന്ന കാര്യങ്ങളും എനിക്കറിയില്ല അതിനെക്കുറിച്ച്, എത്ര ദിവസം എങ്ങനെയാണ്, 10 ദിവസം തോന്നണോ. അപ്പോൾ അതൊക്കെ പൊന്നു ചെയ്യണ കാരണം പൊന്നുവിന് വേറെ എവിടെയും പോകാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല. ഞാനായാലും വീഡിയോസ് എത്രയെന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ടത്, ഇതിപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തുമെന്ന് മാത്രം. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്, അതുപോലെ എന്തുകൊണ്ടാണ് ആ പരസ്യം ചെയ്തേ, ആ ഒരു ആഡ് ചെയ്തതെന്നുള്ളതും. അതേപോലെ ഇനി എനിക്ക് എല്ലാ ദിവസവും വന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ അവൾക്ക് ആ ഒരു പായന്ന് എഴുന്നേക്കാനോ കാര്യങ്ങൾക്കോ പറ്റില്ല. എഴുന്നേൽക്കുമ്പോൾ വേറൊരാൾ ആ സ്ഥാനത്ത് ഇരിക്കണം, അവൾക്ക് വാഷ്റൂമിൽ പോകാനോ എന്ത് കാര്യത്തിനായാലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ ഒരു ചിട്ട. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വെച്ചാൽ കുഞ്ഞിനെ വെച്ചിട്ട് ഇതാക്കാനും അവളേനെ ഒന്നും ഡേ കെയറിലോ കാര്യങ്ങളൊന്നും പോകണില്ല. അവളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ആക്കാനുള്ളൊന്നും ഇല്ലല്ലോ. ഒരു മരണ വീട്ടിൽ അതിൻ്റേതായ ഇതിൽ നമുക്ക് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ്. പറയണവർക്ക് എന്തും പറയാം, നമ്മളെന്താ പറയുക, അതിന് അവസാനമില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ ഏകദേശം ഒരു 8-10 ലക്ഷം റുപ്യ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണത് കൃപയുടെ. അത് ഇപ്പോൾ ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്നിരിക്കുമ്പോഴത്തേക്ക് അച്ഛമ്മയുടെ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ ഒക്കെ റെഡിയാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇനിയുള്ള ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണേ. നമുക്ക് വീട് പണിയുടെ കേസിലായാലും എല്ലാത്തിലും തുടങ്ങണം എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഓരോ കാരണത്താലും ഇതിനൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം റെഡിയാവും. റെഡിയായിട്ട് നമുക്ക് എല്ലാം ഒരു അടിപൊളിയായിട്ട് തന്നെ നമുക്കിനി വരേണ്ടതാണ്. കുഞ്ഞിയെ മണ്ണിൽ കളിക്കല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കുണിക്കും സ്കൂളിൽ പോയി വരും, പിന്നെ അത് കഴിഞ്ഞുള്ള ഇത് മാത്രമാണ്. അതുവരെ അവൾക്കും ബോറടിയും കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ അറിയാലോ അവളെ സ്വഭാവം, ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതി അല്ല നമ്മുടെ കുഞ്ഞിയുടെ. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, ഇനി എന്തായാലും ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഇടത്തേക്കാൽ ഓക്കെയാണ് വെയിറ്റ് കൊടുക്കുക, പക്ഷേ വലത്തേക്കാലിൻ്റെ മുകളിൽ അധികം വെയിറ്റ് കൊടുക്കാത്ത കാരണം ഞാൻ ഇങ്ങനെ എന്താ പറ്റാത്ത ഇരിച്ചാൻ പറ്റണില്ലേ. ഒരു മിനിറ്റ് അപ്പിച്ച് തരാം. അമ്മേ ഓക്കെ. മുഖമൊന്നും കാണാനില്ല കുഞ്ഞിയുടെ, മുഖമൊന്നും കാണാനില്ല കുഞ്ഞിപ്പെണ്ണിൻ്റെ. മുട്ടിയൊക്കെ നേരെ വെച്ചേ. തോറ്റു എൻ്റെ കുഞ്ഞിൻ്റെ കൈയൊക്കെ ഉണ്ടാ. ഇവിടെ ഇരുന്നിട്ട് സ്കെച്ചിൻ്റെ മുകളിൽ ഫുള്ള് വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരച്ചിട്ട് ഇതാരെ വരച്ചു കൊടുത്തേ? കാത്തു വെച്ചതാ? ഇത് അമ്മയല്ലേ? ഇത് അമ്മ വെച്ചതല്ലേ? ഇതും അമ്മ. ഇവളുടെ പണികളാണ് ഈ പുള്ളി കുത്തിട്ടുള്ളത്. അപ്പോൾ വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ. ഐസ്ക്രീം ഉണ്ട് കേട്ടോ കുഞ്ഞിക്ക്. അവളെ തന്നെ സെറ്റിലാക്കണേ. അവളുടെ കുറച്ച് കാര്യങ്ങൾ ഐസ്ക്രീം, പിന്നെ ജ്യൂസ്, വേറെന്താ പനി മാറി. ചെറിയ മൂക്കിന്ന് വരണ്ടെന്നേ ഉള്ളൂ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ ഇന്നലെ എനിക്ക് തന്നെ വേദനിച്ചു തുടങ്ങി. കാരണം ഇവൾക്ക് ഉറക്കത്തുനിന്ന് ചൂടെടുത്തിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞി എങ്ങനെ എനിക്ക് ഉറങ്ങണില്ല. അപ്പോൾ എൻ്റെ നെഞ്ചത്തെടുത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ നെഞ്ചത്തുനിന്ന് മാറില്ല.
അവൾക്ക് ഫുൾ ടൈം എൻ്റെ നെഞ്ചത്ത് തന്നെ കിടക്കണം. കുഞ്ഞിമ്മോ ഡേ ആ കൊല്ലു അപ്പനെ അവിടെ വെച്ചേ. ഞാൻ ഒന്ന് നിലത്ത് കിടത്തി കഴിഞ്ഞാലും അപ്പോൾ വന്നിട്ട് മേത്ത് കയറി കിടക്കും. അങ്ങനെ ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ യുദ്ധമായിരുന്നു അല്ലേ ഓമിൻ്റെ. അവസാനം പ്രേതം വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അതിനയാൾ ഉറങ്ങി. കുഞ്ഞേ എന്ത് പറയാ ഒന്നും മിണ്ടാത്ത? നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറഞ്ഞേ. കാണാട്ടാ. അപ്പോൾ ഇനി ഇതിൻ്റെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഉള്ളത് പൊന്നു ആഡ് ചെയ്തിട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇങ്ങനെയാണ് നമുക്ക്. അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരിതാണ്. എല്ലാ കാര്യങ്ങളും ഇറങ്ങുക കേട്ടോ. എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പം ഒക്കെ റെഡിയാവും. അപ്പം ഇറങ്ങുക. അപ്പോൾ ആ റെഡി ആയി കഴിഞ്ഞാലാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി കണ്ടിന്യൂസ് പോവുകയുള്ളൂ. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്കാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും മാറാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുത്ത് കുക്കിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്നൊക്കെ. പക്ഷെ എനിക്കും ഈ സ്റ്റെപ്പ് തന്നെ ഇന്നലെ തോന്നുന്നു ഞാൻ പോയപ്പോൾ കറണ്ടില്ല. എൻ്റെ KSE ബിൽ വിളിച്ച് റെഡിയാക്കിയപ്പോൾ എൻ്റെ മീറ്ററിൻ്റെ കണക്ഷൻ പോയതാണ് സംഭവം. അങ്ങനെ അപ്പോൾ സ്റ്റെപ്പ് കയറാൻ തന്നെ 10-15 മിനിറ്റ് ഞാൻ എടുത്തു. കാരണം എനിക്ക് മെല്ലെ കയറാനും പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങോട്ട് വരാനും പോകാനായാലും എൻ്റെ ഈ കാലും വെച്ചിട്ട് ഇതാവാത്താണ് ഇവിടെ ആയത്. അപ്പോൾ വീഡിയോസിൻ്റെ കേസിൽ ഇപ്പോൾ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താ പറയുക, അപ്പോൾ അതൊന്ന് അറിയിക്കണം എല്ലാവരും. പക്ഷെ അറിയിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വലിച്ചു വാരി കുറേ നീട്ടിയെന്നൊക്കെ ഞാൻ വിചാരിക്കണം. എന്താ പറയുക, ഇപ്പോൾ സത്യത്തിലല്ലേ ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒന്നും പറയാനില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തീ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുക. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഇനി ഉണ്ടാവില്ല. ഇനി ഈ 10 ദിവസം കഴിഞ്ഞിട്ടാവും. എത്ര ദിവസമാണെന്ന് എനിക്കല്ല. 10 ദിവസം എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ഇപ്പം എത്ര ദിവസമായിരുന്നു എനിക്ക് ഉൾപ്പെടുത്തില്ല. 2-3 മാറി. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും വരും. അതുവരെ ഞങ്ങൾ മറക്കല്ലേ. കാരണം ഇതിൻ്റെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്താ ചെയ്യുക, ഒക്കെ നല്ലതിന്. എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്. കുറേ പേര് ഞാൻ ആ ഷോർട്സ് ഇട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ നമുക്ക് കരാറുള്ള കാര്യം നമുക്ക് ചെയ്തേ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ടൈമെല്ലാം കടന്നു പോകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫിലേക്ക് എത്തുമ്പോൾ അതുവരെയും നമ്മൾ കെട്ടുപൊക്കി എല്ലാതും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ടേ. അതുകൊണ്ട് ഇന്നോട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛനോടും അമ്മോടാണേലും ഇവിടുത്തെ തറവാട്ടത്തെ പാപ്പനോടും മേമോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള കേസാണ് ഞാൻ വീഡിയോ എടുത്തോട്ടേത്. അപ്പോൾ അവർ പറഞ്ഞു ഇതിട്ട് ചെയ്തോ പാർക്കട ദിക്ക് ചെയ്യാം. ഇനി നാളെ അച്ഛനും അച്ചാച്ചനും ആ വീട്ടിലവിടെ ചെയ്തിട്ട് ബോധമില്ല, മാന്യതയില്ല, റെസ്പെക്റ്റ് ഇല്ല ഇതൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അച്ചാച്ചൻ ഒരിക്കലും ഞങ്ങൾ ജോലി എടുക്കുന്നതിന് കുറ്റം പറയില്ല. കാരണം ആൾ ഇപ്പോൾ ഉണ്ടാക്കിയ എല്ലാ സ്വത്തും ആൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയുള്ള ഒരാളാണ്. അപ്പോൾ ആളെ ജോലി കാര്യങ്ങൾ വെച്ചാൽ ആൾക്ക് അത്രയും മെയിനാണ്. അതുകൊണ്ട് തന്നെ ഈ അച്ചാച്ചനും അച്ഛനും ഞങ്ങളോട് ഒരുപാട് ചെറുക്കുക കളിക്കുക വർത്തമാനം പറയുക അങ്ങനെ നമ്മൾ പലയിടത്ത് കേൾക്കുന്ന കഥകളത്തൊരു അച്ചാച്ചനോ അച്ചമ്മയോ അല്ല. ഞങ്ങളുടെ ഭയങ്കര ഡിഫറെൻ്റായിരുന്നു. അത് ഞങ്ങളോട് ആരോടും ഭയങ്കരമായിട്ട് കോമഡി പറഞ്ഞ് ചിരിക്കുക എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു അച്ഛമ്മനൊന്നും ഞങ്ങൾ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. നമുക്ക് ഫ്രണ്ട്സുകൾ പറഞ്ഞ് കേൾക്കുമ്പോൾ അയ്യോ എന്താ എൻ്റെ അച്ഛമ്മ ഇങ്ങനെ എല്ലാத்தைയും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഇപ്പോൾ കാത്തുമ്മയൊക്കെ ഉണ്ടായപ്പോഴാണ് കാത്തുമ്മോട് ഒരുപാട് വർത്തമാനം പറയാനൊക്കെ തുടങ്ങിയത്. ടീച്ചറെ എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓക്കെ ആയി വരുന്നുണ്ട്. അച്ഛമ്മ നമ്മളെ കൂടെ ഉള്ളപ്പോഴും അച്ഛമ്മ റൂമിലാണ്. നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നു, റിട്ടേൺ വരുന്നു, അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ നോർമലാണ്. അച്ഛമ്മ റൂമിലുണ്ടെന്നുള്ള മൈൻഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അച്ഛമ്മ അങ്ങനെ എപ്പോഴും അകത്തൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങളിൽ അച്ഛമ്മനെ കാണാതെയും വിഷമം വരും. പക്ഷെ അച്ഛമ്മ കുറേ വർഷങ്ങളായിട്ട് റൂമിൽ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാം. എൻ്റെ അച്ഛമ്മയ്ക്ക് എനിക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം ഇതാണ്. അത് ഞാൻ ചെയ്യുന്നു. അച്ഛമ്മയുടെ മോള് പോലും ചെയ്യുന്നില്ല എന്നിട്ട് ഒഴിഞ്ഞു മാറിപ്പോയി. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം നമ്മളമ്മയ്ക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളൊരു കാര്യമാണ്, നമുക്ക് ചെയ്യണം എന്നുണ്ടാവില്ലേ. അതുപോലെ അത് ആൾ പോയി. പിന്നെ പേരക്കുട്ടികളെല്ലാവർക്കും ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കും പ്രമോഷനുകളും തിരക്കുകളും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനോട് മാറി നിന്ന് പിന്നെ ചെയ്യപ്പോൾ നമ്മളെ തൽക്കാലം തറവാട്ടിൽ പെൺകുട്ടികൾ ഭയങ്കര കുറവാണ്. പിന്നെ ഉള്ളത് കുഞ്ഞനും കുണിക്കുമോള
കുണിക്കുമ്പോൾ ചെറുതാണ്, ആൾക്ക് തന്നെ ഇരിക്കാനും പറ്റില്ല. കുഞ്ഞിന് അച്ഛൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടി അച്ഛമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റത്തെ ഒരു കാര്യം ഇതാണ്. അപ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നു, കൂടെ എൻ്റെ വർക്കും ചെയ്യുന്നു, അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ വന്നിരുന്നു. അപ്പോൾ ഏട്ടനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. അവനെ കാണാനൊന്നും കിട്ടില്ല, കൂടുതൽ ടൈമും പുറത്താണ്. അമ്മയും അച്ഛനും വലിയച്ഛനും പാപ്പനും മേമയും വല്യമ്മയൊക്കെ ഇരിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വർത്താനം പറയലായിരിക്കും കൂടുതലും ടൈമും. എൻ്റെ അടുത്തുണ്ടാവും ആകെ അച്ചൂട്ടൻ മാത്രമാണ്, പാപ്പൻ്റെ മോൻ. അവ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. കാരണം പൊന്നിച്ചേച്ചി ഒറ്റയ്ക്കൽ കണ്ട് ഫുഡ് കഴിക്കുമ്പോഴും കെടുക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ തന്നെയാണ്. ഈ മുതലൊക്കെ വെറുതെ ആട്ടോ, അവൾ എപ്പോഴെങ്കിലും വന്നിട്ട് ഈ ഉമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോണ പോക്ക് തന്നെയാണ്. അല്ലാതെ എൻ്റെ അടുത്ത് കുറേ നേരം ഇരിക്കൊന്നുമില്ല. ഞാൻ അവിടെ കിടക്കുകയല്ല, അപ്പോൾ ആൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുണുക്കനും കുണിക്കൊക്കെ വന്നു. അപ്പോഴേക്കും കാത്തുമ്മരും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുണുക്കനും കുണിക്ക് വന്ന് പിന്നെ കാത്തുമ്മനെ നമ്മളടുത്ത് കിട്ടുമൊന്നുമില്ല. അവളിങ്ങനെ അത് അവരുടെ കൂടെ കളിച്ചുകൊണ്ട് നടക്കും. ഇപ്പം അവരില്ലെങ്കിൽ ഇവിടുത്തെ മേമയോ വല്യമ്മയോ അമ്മയോ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോട് നടന്നോളൂ കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. നാളെ ഞാൻ എന്തായാലും ഡാമ ലൈഫ് ഇടാം, കാരണം എൻ്റെ ഇപ്പോഴത്തെ പുതിയ ലൈഫ് കാണട്ടെ. അപ്പം എന്തായാലും അത്രയ്ക്കുള്ളൂ. ബൈ.